ബിഗ് ബോസ് മലയാളം സീസൺ 7 അവസാനിക്കാൻ ഇനി വിരലിലെണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമാണുള്ളത്. അതിനിടയിലാണ് അനുമോളോടുള്ള അനീഷിന്റെ വിവാഹ അഭ്യർത്ഥന വരുന്നത്. വീക്കെൻഡ് എപ്പിസോഡിൽ മോഹൻലാൽ അനീഷിനോടും അനുമോളോടും അതിനെക്കുറിച്ച് ചോദിക്കുന്നുണ്ട്. ഇതേസമയം സമൂഹ മാധ്യമങ്ങളിലും ചർച്ചകൾ സജീവമാണ്. അനുമോളുടെ ജീവിതം വെച്ച് കളിക്കില്ലേ എന്ന അനുമോൾ ഫാൻസിന്റെ വാദങ്ങളും അനീഷിനെ ഇനിയും വേദനിപ്പിക്കില്ലേ എന്ന് അനീഷ് ഫാൻസിന്റെ പ്രതികരണങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ നിറയുന്നു. അനുമോളാണ് ഇത് തുടങ്ങിവെച്ചതെന്ന വാദങ്ങൾ ശക്തമാണ്. ഹാർട്ട് സിംബൽ കാണിച്ചും ഫ്ലൈയിങ് കിസ് കൊടുത്തും ഉൾപ്പെടെ അനുമോളുടെ ഭാഗത്തു നിന്നുണ്ടായ പെരുമാറ്റമാണ് അനീഷിന്റെ മനസ്സിൽ ഇങ്ങനൊരു ആഗ്രഹം സൃഷ്ടിച്ചത് എന്ന് വാദിക്കുന്നവരുണ്ട്. അനുമോൾ ഈ ചെയ്തതെല്ലാം തമാശയ്ക്കാണ് എന്നാണെന്ന് അറിഞ്ഞിട്ടും അനീഷ് അത് തന്റെ ഗെയിമിന്റെ ഭാഗമായി ഉപയോഗിച്ചു എന്ന പ്രതികരണങ്ങളും വരുന്നുണ്ട്. അനുമോളോട് പ്രണയം തോന്നിയെന്ന് അനീഷ് വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടനോട് പറയുന്നുണ്ട്. തന്നോട് ഈ വിധം പെരുമാറിയതിനു ശേഷം തന്റെ വിവാഹാഭ്യർത്ഥന അനുമോൾ നിരസിക്കുമ്പോൾ അനീഷിന് അനുകൂലമായി പ്രേക്ഷകർ ചിന്തിക്കും എന്ന സ്ട്രാറ്റജിയാവാം ഒരുപക്ഷെ അനീഷ് പിന്തുടരുന്നത്. അനീഷ് വിവാഹാഭ്യർത്ഥന നടത്തിയതിനു ശേഷം അനീഷിനെ കുറിച്ച് ആദില പറയുന്ന വാക്കുകളും സമൂഹ മാധ്യമങ്ങളിൽ പലരും പങ്കുവയ്ക്കുന്നു. അനീഷിന് 40 വയസ്സുണ്ട്. 2 വർഷം കൂടി കഴിഞ്ഞാൽ 42 വയസ്സ്. എനിക്ക് വയ്യ ആദില എന്നാണ് അനുമോളിൽ നിന്ന് വന്ന പ്രതികരണങ്ങളിൽ ഒന്ന്. എന്റെ സങ്കല്പത്തിലുള്ള ആൾ അല്ല അനീഷ് എന്ന് അനുമോൾ പറയുന്നതിലൂടെ അനുമോളുടെ നിലപാട് വ്യക്തമാണ്. ആ ചാപ്റ്റർ അവസാനിച്ചു. ഇനി അതിൽ പോസ്റ്റ്മോർട്ടം നടത്താൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് അനീഷിനും നിലപാട് വ്യക്തമാക്കി. അനീഷിന്റെ പ്രപ്പോസൽ വെച്ചായിരുന്നു അനുമോളുടെ ആ ദിവസത്തെ കണ്ടന്റ് മുഴുവനും വന്നത്. സീസൺ അവസാനിക്കാൻ ഒരാഴ്ച മാത്രം ബാക്കിയുള്ളപ്പോൾ വന്ന ഈ ട്വിസ്റ്റ് വോട്ട് നിലയിലും മാറ്റങ്ങൾ വരുത്താനും സാധ്യതയുണ്ട്.